നിയമം എന്ന് പറയുന്നത് നടത്തിയാൽ നീതിയാവത്തില്ല. നമുക്ക് എല്ലാവർക്കും തുല്യനീതി കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു സെഷൻ ജഡ്ജി തൂക്കാൻ വിധിക്കുന്നിരിക്കട്ടെ, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, മരണം വരെ തൂക്കിലിടുക എന്നുള്ളതാണ് വിധിക്കുന്നത്. അത് വിധിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് ഫൈനൽ ആവത്തില്ല. അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ അയക്കണം. അത് ഒരു വർഷമോ 2 വർഷമോ ഒക്കെ എടുക്കും. അത് കഴിഞ്ഞ് അവിടെയും കൺഫേം ചെയ്തെന്നിരിക്കട്ടെ, ഇയാൾക്ക് പ്രസിഡന്റിന്റെ അടുത്ത് ദയാഹർജി കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. പ്രസിഡന്റ് ദയാഹർജിയും തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്ന ഒരു വാറണ്ട് ഇഷ്യൂ, അതിന്റെ പേരെങ്ങനെ ബ്ലാക്ക് വാറണ്ട് എന്നാണ്. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയം അയാളെ തൂക്കിക്കൊല്ലാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഒരു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് നീ ഇങ്ങനെ നിന്റെ ഷേപ്പ് മോശം, നിന്റെ മോന്ത എങ്ങനെ തിരിഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നത്, ഇതുപോലൊക്കെ പറയാൻ പോയാൽ അല്ലെങ്കിൽ നിന്റെ കളറ് കേട്ടോ, ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട കളർ ഉള്ള ഒരുത്തനെ ആയിപ്പോയല്ലോ, ഒരുത്തി ആയിപ്പോയല്ലോ ഇവന് കിട്ടിയത്, ഇതെല്ലാം പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടാ. ഇതിന് മുമ്പ് ഈ വീപ്പക്കുറ്റിയെ വേണ്ട, കുഴപ്പമില്ല, കാരണം അത് കിട്ടാനുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ചെടുത്തു. അത് കഴിയുമ്പോൾ പിന്നെ വീപ്പക്കുറ്റിയായി പെണ്ണ് ക്രൂവൽറ്റി ടു മാരീഡ് വുമൺ എന്ന് പറയുന്ന ഓഫൻസ് വരും. യഥാർത്ഥ ആ പെൺകുട്ടി പറയുന്നതാണ് അതിന്റെ എവിഡൻസ്. ഒന്ന് അതിനെ ഒരുപാട് നമ്മൾ ബിലീവ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പറയുന്നത് ചിലപ്പം ഫോൺ വഴിയൊക്കെ പറഞ്ഞോളയും. ഇപ്പോൾ ഒരു ബലാത്സംഗ കേസ്, അതിന് വേണ്ടിയുള്ള ഇതൊക്കെ മൊഴി കൊടുത്ത് കേസ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഒത്തുതീർന്നെന്ന് പറഞ്ഞാൽ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് നടക്കുന്ന കാര്യമല്ല. അത് ആർക്കും വിഡ്രോ ചെയ്യാൻ ഒക്കത്തില്ല. വിവരക്കേടാണ് അതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്സോ ആ നിയമമാണ്. ഇവിടെ കരഞ്ഞുകൊണ്ട് തന്നെ ഒരു 3-4 പേര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ, പുരുഷന്മാർ നിവർത്തിയില്ലാതെ സാറേ ഞാൻ ഇനി ഇതങ്ങ് കളയോ, അതല്ലേ ചെയ്യാൻ ഒക്കുള്ളൂ എന്ന് വന്ന് ചോദിക്കും. നമ്മൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ നോക്കും, കാരണം കൊച്ചിനെ കൊണ്ട് ഇതുപോലെ പറയിച്ചേക്കാണ്. കാസ്റ്റ്, ക്രീഡ് ഓർ സെക്സ് ഇതൊന്നും അതിനെ ബാധിക്കാൻ പാടില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും തുല്യ പരിരക്ഷയുള്ളൂ. ഇവിടെ സ്ത്രീക്ക് പരിരക്ഷ കൊടുക്കുന്നെന്ന് പറയുന്ന ആക്ഷേപം തെറ്റാണ്. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് കമാൽ പാഷ സാറാണ്. സർ നമസ്കാരം. സർ, വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴും സർ ഇതൊരു പ്രലോങ് ടൈമിലേക്കായി പോവാണ്. അവർ ജയിലിൽ അവർ തിന്ന് എന്താ പറയുക സുഖിക്കുകയാണെന്നൊക്കെയാണ് മീഡിയ പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാർ പറയാൻ പറ്റും? അതായത് അങ്ങനെ തന്നെ വേണമെന്നാണോ, അതോ അതായത് നിയമം മീൻസ് അതിൻ്റെ ടൈമിലേ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ, അല്ലെങ്കിൽ ആ ടൈം പീരീഡ് നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നിയമവ്യവസ്ഥിതി അതാണ്. ഒരു സെഷൻ ജഡ്ജി തൂക്കാൻ വിധിക്കുന്നിരിക്കട്ടെ, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. നമ്മുടെ തൂക്കിക്കൊലയാണ് നമ്മുടെ വധശിക്ഷ എന്ന് പറയുന്നത്. മരണം വരെ തൂക്കിലിടുക എന്നുള്ളതാണ് വിധിക്കുന്നത്. അത് വിധിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് ഫൈനൽ ആവത്തില്ല. അന്നേരം അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ അയക്കണം. മനസ്സിലായി? അതൊരു 6 മാസത്തിനകത്ത് ഹൈക്കോടതി തീരുമാനിക്കണമെന്നാണ് വെച്ചേക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് 1 വർഷമോ 2 വർഷമോ ഒക്കെ എടുക്കും. അപ്പോൾ ആ കൺഫർമേഷൻ ആകുമ്പോൾ അത് ജഡ്ജ്മെന്റ് ആയി. പിന്നെ അതിൽ നിന്ന് അയാൾക്ക് സുപ്രീം കോടതി കൊണ്ടുവന്ന് അപ്പീൽ കൊടുക്കാം. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി അവിടെ ചിലപ്പോൾ അതൊരു 3-4 വർഷമൊക്കെ എടുത്തുനിന്നിരിക്കും. കാരണം അത്രത്തോളം അവിടെ വർക്ക് പ്രഷർ അത്രയുണ്ട്. അത് കഴിഞ്ഞ് അവിടെയും കൺഫേം ചെയ്തെന്നിരിക്കട്ടെ, ഇയാൾക്ക് പ്രസിഡന്റിന്റെ അടുത്ത് ദയാഹർജി കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇത് പ്രസിഡന്റ് ശരിയായ രീതിയിൽ തീരുമാനം എടുക്കുന്നില്ല, നല്ല രീതിയിലൊന്നും അല്ല കൺസിഡർ ചെയ്തേക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അവകാശം വീണ്ടും ഉണ്ട്. അപ്പോൾ ആ റിവ്യൂ നടത്തിയിട്ട് ഇത് പ്രസിഡന്റ് ശരിയായിട്ട് തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ചയക്കാം. ആ രീതിയിലൊക്കെ കുറേ കാലം താമസം വരും. പിന്നെ അൾട്ടിമേറ്റ്ലി വരുന്ന ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്നത് അതാണ്. ഇയാൾ ഡെത്ത് പെനാൽറ്റിയിൽ ഇങ്ങനെ എല്ലാം കഴിയുമ്പോൾ പ്രസിഡന്റ് ദയാഹർജിയും തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്ന ഒരു വാറണ്ട് ഇഷ്യൂ, അതിൻ്റെ പേരെങ്ങനെ ബ്ലാക്ക് വാറണ്ട് എന്നാണ്. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയം അയാളെ തൂക്കിക്കൊല്ലാം. അതായത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പം ചിലരൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ വിധി വരുന്നത് ചിലപ്പോൾ അവർ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വിധി വരുന്നത്. അപ്പോൾ അത്രയും ടൈം പീരീഡ് എടുക്കുമെന്ന് പറയുന്നത് സാർ, അത് ഷോർട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വലിയ നിയമ പ്രശ്നങ്ങളുള്ള സിവിൽ കേസുകളിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈം കൺസ്യൂം ചെയ്യും. അതിന് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കോടതികളുടെ എണ്ണം ഒരുപാട് കൂടാനുണ്ട്. കാരണം ലിറ്റിഗേഷൻ അത്രത്തോളം കിടപ്പുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ എടുത്ത് പഴയത് എടുത്ത് തീർക്കുമ്പോൾ ഈ പുതിയ കേസുകളൊന്നും പരിഗണിക്കാനുള്ള സമയം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കാലം ഒക്കെ കുറെ കഴിഞ്ഞു പോകും. സാർ ഇപ്പം ഒരു നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പുള്ളിയെ തൂക്കിൽ വിധിച്ച് ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തൂക്കിലടയ്ക്കാൻ പുള്ളിന് സാധിക്കുമോ നമുക്ക്, അല്ലെങ്കിൽ അതിനെയും അയ്യോ അതങ്ങനെയല്ല. അയാളെ സുപ്രീം കോടതി അതിനകത്ത് ജീവപര്യന്തമായിട്ട് മാറ്റി കൊടുത്തു.
ഓക്കെ. അപ്പം ജീവപര്യന്തമാണ്. ജീവപര്യന്തമാണ് സാർ. അപ്പോൾ സാർ ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അതിനൊരു ടൈം സ്കെയിലില്ല? അങ്ങനെയില്ല. യഥാർത്ഥത്തിൽ ലൈഫ് എന്ന് പറയുന്നത് യഥാർത്ഥ ലൈഫ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ജീവപര്യന്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതായത് യഥാർത്ഥത്തിൽ അത് ജീവപര്യന്തം തന്നെയാണ് മുഴുവൻ. പിന്നെ അല്ലെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു പവറുണ്ട്. ഓക്കെ. ഒരു 14 വർഷം ഒക്കെ ആവുമ്പോൾ ഗവൺമെൻറ്റിന് ഇത് കമ്മ്യൂട്ട് ചെയ്യാം, അങ്ങനെയുള്ളൊരു പവറുണ്ട്. അതെല്ലാ കേസിലും ഇങ്ങനെയുള്ള കേസിലൊന്നും കൊടുക്കത്തില്ല സാധാരണ. കൊടുക്കാൻ സാധ്യതയില്ല. കൊടുക്കുമല്ലോ എന്ന് എനിക്കറിഞ്ഞൂടാ. കൊടുക്കാൻ സാധ്യതയില്ല കൊടുക്കാൻ. അപ്പോൾ അത് അങ്ങനെ കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളതല്ലാതെ ഇല്ലെങ്കിൽ ലൈഫ് ഈസ് ലൈഫ്, അതാണ് കാര്യം. ഓക്കെ. ബയോളജിക്കൽ ലൈഫാണ്. ഓക്കെ സർ. ഓരോ പൗരനും, ഒരു ഇന്ത്യൻ പൗരനും അവനെതിരെ ഒരു അനീതി സംഭവിക്കുന്നു അല്ലെങ്കിൽ അവനെ ഇൽ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയുന്ന ഒരു വാചകമാണ്, നിന്നെ ഞാൻ കോടതി കയറ്റിവിടാം. സർ, അപ്പോൾ ആ ഒരു ടേമിന് ഇപ്പോൾ എത്രത്തോളം ഒരു റെലവൻസ് ഉണ്ട്? നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ന്യായം കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ? കോടതി കയറ്റം എന്നുള്ള ഒരു ഭീഷണിയായിട്ടാണ് പലപ്പോഴും ഈ നാട്ടിൻപുറത്തൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് എന്നുള്ള ഒരു രീതിയിലാണ് ആ ഭീഷണി വരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. കോടതിയിൽ പലപ്പോഴും അതിൻ്റേതായ സമയമൊക്കെ എടുക്കാറുണ്ട് ഓരോ കേസിനുമൊക്കെ. പിന്നെ നീതി എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നീതി ഒരു പൗരന് കിട്ടുക എന്ന് പറയുന്നത്. അത് കോടതിയെ സമീപിച്ചിട്ട് അത് ശരിയായ രീതിയിൽ കോടതിയിൽ അവതരിപ്പിച്ച് വേണം അത് വാങ്ങിയെടുക്കാൻ. നിയമം എന്ന് പറയുന്നത് നടത്തിയാൽ നീതിയാവത്തില്ല. നിയമം എന്ന് പറയുന്നത് അത് നിയമം തന്നെയാണ്. നിയമത്തിൻ്റെ ലംഘനം പലപ്പോഴും വരാറുണ്ട്. പക്ഷേ അത് നീതി വേണമെന്ന് പറഞ്ഞാൽ നിയമത്തെ എങ്ങനെ നീതിയാക്കാമെന്നുള്ള രീതിയിൽ അത് നിയമം വ്യാഖ്യാനിച്ചെടുക്കണം. അത് കോടതികളുടെ ബാധ്യതയാണ്. പലപ്പോഴും നോക്കേണ്ടതാണ്. അത് പൗരന്മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാവർക്കും കിട്ടുന്നെന്നും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ആ സംവിധാനം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരാൾക്ക് നീതി കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോടതിയിൽ അവതരിപ്പിക്കണം. അത് വലിയ പണമുള്ള ഒരുത്തനും ഒരു പണമില്ലാത്ത ഒരുത്തനും ആണെന്നിരിക്കട്ടെ. ആ പണമുള്ള ഒരാൾ ആ കൊള്ളാവുന്ന, അതായത് മിടുക്കരായ അഭിഭാഷകരെ അയാൾ നിയമിക്കും. പക്ഷേ ഈ പണമില്ലാത്തവനോ, അവൻ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്നതാണ്. അവൻ അത്രത്തോളം സീനിയറായിട്ടുള്ള ഒരു അഭിഭാഷകനോ ആ രീതിയിലുള്ള കഴിവുള്ള ഒരാളെ കിട്ടിയെന്നിരിക്കത്തില്ല. ഇതാണ് പ്രശ്നം. അങ്ങനെ വരുന്ന ഉടനെ അവർക്ക് തുല്യ നീതി കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആ പണമില്ലാത്തവർക്ക് വേണ്ടി അത് നിയമത്തിൻ്റെ, അതായത് തുല്യ നീതി കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ലീഗൽ സർവീസ് അതോറിറ്റി വന്നിട്ടുള്ളത്. പക്ഷേ ആ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പോരായ്മ എന്ന് പറയുന്നത് അതിനകത്ത് ഒരിക്കലും മിടുക്കരായ അഭിഭാഷകർ വന്നു ചേരത്തില്ല. കാരണം അതിൽ നിന്ന് കൊടുക്കുന്ന തുച്ഛമായ ഫീസ് കൊണ്ട് അവർക്ക് കേസ് നടത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രയോജനം അത് ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കുക, നമ്മളിപ്പോൾ ജയിലുകൾ നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ ഒന്ന് നോക്കണം. കാരണം ഈ ജയിലിൻ്റെ ചുമതല എനിക്ക് തിരുവനന്തപുരത്ത് ജയിലിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ, തൃശ്ശൂർ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ അവിടുത്തെ ജയിലിൻ്റെ വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. സൂപ്പർവിഷനുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന തടവുകാരെ നമ്മളൊന്ന് നോക്കണം. ഒരു 80% ആളുകളും സാമ്പത്തികമായിട്ട് വളരെ അധപ്പതിച്ച ആളുകളും സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ എന്ന് പറയാവുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളും ഒക്കെയാണ്. 80%. ബാക്കി 20% മാത്രമേ ഉള്ളൂ കുറച്ച് ഒരു സാധാരണക്കാരും അതിൻ്റെ മുകളിലോട്ടുള്ള ആളുകളും എന്ന് പറയുന്ന 20% വരുള്ളൂ. നോക്കാം എന്താ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ കാരണം. കാരണം പണമുള്ളവൻ അവൻ ഇൻവെസ്റ്റിഗേഷൻ സ്വാധീനിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. അവൻ ശിക്ഷിക്കപ്പെടുന്നില്ല പലപ്പോഴും. അല്ലെന്നുണ്ടെങ്കിൽ അവൻ കൊള്ളാവുന്ന അഭിഭാഷകരെയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ആ കേസൊക്കെ നടത്തി അതിൻ്റെ പഴുതുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ ഈ പാവങ്ങൾക്ക് ഇതിനുള്ള കഴിവുണ്ടോ? ഇല്ല. അതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തുല്യനീതി കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ വീടുകളിൽ നിന്ന് അതായത് നമ്മളെ ബോഡി ഷെയിം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കളറിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ സൈസ് അങ്ങനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതും ഗാർഹിക പീഡനം എന്ന വകുപ്പിൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാമെന്നുണ്ട്. സർ, അങ്ങനെ ഒരു അമെൻമെന്റ് ഉണ്ടോ? അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? അമെൻമെന്റ് അല്ലത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഒരു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ നിന്റെ ഷേപ്പ് മോശം, അല്ലെങ്കിൽ നിനക്ക് മുടിയില്ല, മനസ്സിലായില്ല, നിന്റെ മോന്ത എങ്ങനെ തിരിഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ഇതുപോലൊക്കെ പറയാൻ പോയാൽ, അല്ലെങ്കിൽ നിന്റെ കളറ് കേട്ടോ, ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട കളർ ഉള്ള ഒരുത്തനെ ആയിപ്പോയല്ലോ, ഒരുത്തി ആയിപ്പോയല്ലോ ഇവന് കിട്ടിയത് എന്ന് പറയാം. ഈ രീതി അല്ലെ നീ ഇതുപോലെ വണ്ണം വെച്ച് വീപ്പക്കുറ്റിയിൽ ഇരിക്കുക, ഇതെല്ലാം പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടാ. ഇതിന് മുമ്പ് ഈ വീപ്പക്കുറ്റിയെ വേണ്ട, കുഴപ്പമില്ല.
കാരണം അത് കിട്ടാനുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ചെടുത്തു. അത് കഴിയുമ്പോൾ പിന്നെ വീപ്പക്കുറ്റിയായി പെണ്ണ്, അങ്ങനെ ആയി പെണ്ണ്. അന്നേരം അതുവരെ കറുപ്പില്ല, അന്നേരം ഒരു ഭയങ്കര കറുപ്പാണ്. ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്രൂവൽറ്റി ടു മാരീഡ് വുമൺ എന്ന് പറയുന്ന ഓഫൻസ് വരും. അത് 498A ഇന്ത്യൻ പീനൽ കോഡിനകത്തുണ്ട്. ഇപ്പോൾ അത് BNS അത് തത്തുല്യമായ പ്രൊവിഷൻ ഉണ്ട്. അത് ഒഫൻസ് വരും. നല്ല ഒഫൻസാണ്, വലിയ ഒഫൻസാണ്, ജാമ്യം പോലും കിട്ടുന്നതല്ല. ആ രീതിയിലുള്ള ഒഫൻസ് വരും. അത് അതിനകത്ത് വരും, നേരത്തെ തന്നെ ഉള്ളതാണ്. അതാണ് അമെൻമെൻ്റ് ഒന്നും വേണ്ട. ട്രീറ്റിംഗ് എ വുമൺ വിത്ത് ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാരീഡ് വുമൺ വിത്ത് ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്രൂവൽറ്റി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ആയിരിക്കണം. അതായത് എന്താ പറയുക, ഇതൊക്കെ പറയുന്നതെല്ലാം പണത്തിന് വേണ്ടിയാണ്. വസ്ത്രം വാങ്ങി കൊടുക്കുന്നില്ല, ഇറ്റ്സ് ക്രൂവൽറ്റി. ആഹാരം കൊടുക്കുന്നില്ല, അത് ക്രൂവൽറ്റിയാണ്. ശാരീരികമായിട്ട് എടുത്തിട്ട് അടിക്കണം ഇടിക്കണമെന്നൊന്നുമില്ല ക്രൂവൽറ്റിക്ക്. മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, ക്രൂവൽറ്റിയാണ്. അപ്പൊ ഇത് മാനസിക പീഡനമല്ലേ? ഇതിപ്പോ ഒരു കേസായിട്ട് വരുമ്പോൾ ഇപ്പൊ ഈ മാനസിക പീഡനങ്ങൾ എന്ന് പറയുമ്പോൾ സാർ അതിന്റെ ഒരു എവിഡൻസ് എന്തായിരിക്കും? ബിക്കോസ് എന്നെ മെന്റലി ഒരാൾ ഹരാസ് ചെയ്തു, ഇപ്പം അതിപ്പോ എന്റെ വീട്ടിൽ മാത്രമല്ല എന്റെ വർക്ക് സ്പേസിലായാലും സാർ അതിന്റെ ഒരു എവിഡൻസ് എന്തായിരിക്കും? യഥാർത്ഥ ആ പെൺകുട്ടി പറയുന്നതാണ് അതിന്റെ എവിഡൻസ്. ഒന്ന് അതിനെ ഒരുപാട് നമ്മൾ ബിലീവ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പറയുന്നത് ചിലപ്പം ഫോൺ വഴിയൊക്കെ പറഞ്ഞു കളയും. ഇലക്ട്രോണിക് എവിഡൻസ് ആണ് എടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് എടുക്കാം. മെസ്സേജ് അയക്കും ചിലർ ഇതുപോലെ കാണിച്ചോണ്ട്, അത് എവിഡൻസ് അല്ലേ? ഇലക്ട്രോണിക് എവിഡൻസ് അത് കിട്ടും. അങ്ങനെ പല വിധത്തിൽ എവിഡൻസ് കിട്ടും. അല്ലെ ലെറ്റർ അയക്കുക. ഇപ്പൊ ഈ ലെറ്റർ അയപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. പണ്ടല്ലേ ആളുകൾ ലെറ്റർ അയക്കുന്നത്. ഇപ്പൊ ഇത് കുത്തി ഇതിനകത്ത് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതല്ല ഉള്ളൂ. പക്ഷേ ഇത് എല്ലാം എവിഡൻസ് ആവും. ഇതെല്ലാം ഉണ്ട് എവിഡൻസ്. അങ്ങനെ പല വിധത്തിൽ എവിഡൻസ് കളക്ട് ചെയ്യാം അതിന്. ശരി, ഇപ്പം മലയാള സിനിമയെ തന്നെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമായിരുന്നല്ലോ നമ്മുടെ കുറേ ഇങ്ങനെ ആക്ടേഴ്സിനെതിരെയുള്ള അക്യൂസിഷൻസ്. അതായത് ചില റേപ്പ് അക്യൂസിഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ്, അങ്ങനെ പല അക്യൂസിഷൻസ് ഉണ്ടായിരുന്നു സർ. പിന്നീട് സർ ഇത് കേസ് എടുത്തതിന് ശേഷം ഇവർ പലരും സർ ഇതിൽ നിന്ന് പിന്മാറുകയും അതങ്ങനെ പല കേസുകളും അങ്ങനെ ഉണ്ടായി സർ. അപ്പോൾ ആ വ്യക്തിക്ക് മീൻസ് അവനെ ഒന്ന് ഡിഫേം ചെയ്യുക എന്നുള്ളതല്ലാണ്ട് പിന്നീട് അങ്ങോട്ട് ആ കേസുകളെ കുറിച്ച് നമ്മളൊന്നും കേൾക്കുന്നില്ല. അവർ അത് കേസ് പിൻവലിച്ചു നിൽക്കുന്നു സാർ. അപ്പം അങ്ങനെ ഒരു റേപ്പ് കേസ് അല്ലെങ്കിൽ എങ്ങനെ ഫിസിക്കലി എന്നെ അബ്യൂസ് ചെയ്തു എന്നുള്ള കേസുകൾ നമുക്കത് പിൻവലിക്കാൻ പറ്റുമോ? അതെ, പറ്റത്തില്ല. ഞാൻ ബാക്കി അതിനെക്കുറിച്ച് ഞാൻ പറയാത്ത ഒന്നിലും ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പോൾ ഒരു ബലാത്സംഗ കേസ്, അതിനു വേണ്ടിയുള്ള ഇതൊക്കെ മൊഴി കൊടുത്ത് കേസ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഒത്തുകീർന്നെന്ന് പറഞ്ഞാൽ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് നടക്കുന്ന കാര്യമല്ല. അത് ആർക്കും വിഡ്രോ ചെയ്യാൻ ഒക്കത്തില്ല. വിവരക്കേടാണ് അതൊക്കെ പറയുന്നത്. അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് കേസ് എടുപ്പിക്കുന്നു എന്ന് പറയുന്നു സാർ. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അതിൽ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യിക്കുക, അതൊക്കെ ഒരുപാട് വിധത്തിൽ പല നിയമങ്ങളും ദുരുപയോഗം ചെയ്തില്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്സോ ആ നിയമമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ ഹോട്ടായിട്ട് അവർ തമ്മിൽ അത്രത്തോളം ഭയങ്കരമായിട്ട് തർക്കിക്കുന്ന മാറ്ററായിരിക്കും കേട്ടോ. കണ്ട കടിച്ചിരുന്ന അതേപോലെ ഉള്ള ശത്രുത. അപ്പോൾ ഇയാള് ഈ ഭർത്താവ് അന്നേരം ഒരു കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫാമിലി കോടതിയിൽ എങ്ങനെയായാലും ഒരു 5-6 കേസാവും. അപ്പോൾ ഈ കൊച്ചുങ്ങളുടെ ഇതും ചോദിച്ചുകൊണ്ട് കസ്റ്റഡിയും ചോദിച്ചുകൊണ്ട് ഈ തന്ത എഴുതി കൊടുക്കും, ഒരു പെറ്റീഷൻ കൊടുക്കും. കസ്റ്റഡി എനിക്ക് വേണം, കാരണം ഇവളിങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കും. അന്നേരം അത് ഡിഫെൻഡ് ചെയ്യാനിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം ഏതാണെന്നറിയാം? അത് കൊച്ചുങ്ങളെ ഇയാളോട് അയക്കാൻ ഒക്കെയല്ല, ഇയാൾ ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും, പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് 2 വയസ്സുള്ളതിനെയും 3 വയസ്സുള്ളതിനെയൊക്കെ കൊണ്ട് ഇതുപോലെ എഴുതിയാൻ കൊടുക്കും. എന്ത് മാനസികത ഉണ്ടാവുമെന്നറിയോ ഇതിനകത്ത്? ഇല്ലാത്തപ്പോൾ ഒരു അച്ഛനെതിരെ പറയുന്നതാണ്, തർക്കത്തിന് വേണ്ടി പറയുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ദുരുപയോഗം ചെയ്യല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ നിയമം കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ആ നിയമം ആവശ്യമാണ്. എല്ലാ നിയമങ്ങളും ദുരുപയോഗം ചെയ്യും കേട്ടോ, പെടുത്തും. നിയമം എന്ന് പറയുന്നത് പണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞ പോലെ നിയമം എന്തിനാന്ന് ചോദിച്ചാൽ നിയമം ലംഘിക്കാനുള്ളതാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അപ്പോൾ നിയമങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ലംഘിക്കപ്പെടാനുള്ളതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടുതൽ നമ്മൾ മലയാളികൾ എടുക്കും. മലയാളികളെന്നല്ല, ഇവിടെ എല്ലായിടവും ഉണ്ട് മുഴുവൻ ആളുകൾ. എന്നാൽ ഇവിടെ അത് കൂടുതലാണ്. കാരണം ഇവിടെ സാക്ഷരത കൂടുതലാണ്. എളുപ്പമുള്ള ഒരു മാർഗ്ഗം ഇതാണ് അവനെ ഒതുക്കാൻ എന്നുള്ള ഒരു കിട്ടുമ്പോൾ അതനുസരിച്ച് അങ്ങ് എടുക്കും. പോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എത്രയോ പേര്. ഇവിടെ കരഞ്ഞുകൊണ്ട് തന്നെ ഒരു 3-4 പേര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. പുരുഷന്മാർ നിവർത്തിയില്ലാതെ സാറേ ഞാൻ ഇനി ഇതങ്ങ് കളയോ, അതല്ലേ ചെയ്യാൻ ഒക്കുള്ളൂ എന്ന് വന്ന് ചോദിക്കും. നമ്മൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ നോക്കും, കാരണം കൊച്ചിനെ കൊണ്ട് ഇതുപോലെ പറയിച്ചേക്കാണ്. അതെ സാർ. അപ്പോൾ ഈ തുല്യനീതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താണ് സാർ? നമ്മുടെ നിയമങ്ങൾ എപ്പോഴും വിമൻ ഫേവറിങ് ആണെന്ന് പുരുഷന്മാർ പറയുന്നു, പക്ഷെ അത് അങ്ങനെയല്ല എന്ന് സ്ത്രീകൾ പറയുന്നു. അപ്പോൾ ഈ ഒരു തുല്യനീതി, തുല്യ അവകാശങ്ങൾ എന്ന് പറയുന്നതിനോട്, തുല്യനീതി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണം. അതായത് കാസ്റ്റ്, ക്രീഡ് ഓർ സെക്സ് ഇതൊന്നും അതിനെ ബാധിക്കാൻ പാടില്ല.
ഒരു പൗരന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഏത് വ്യക്തിക്കും ആർട്ടിക്കിൾ 14 ആണ് ഭരണഘടനയുടെ ഈക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്നാണ്. അതായത് നിയമത്തിൻ്റെ മുമ്പിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ പരിരക്ഷയും കിട്ടാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് ആർട്ടിക്കിൾ 21 അത് വരും. അതുപോലെ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 6 ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 ഇതിനകത്തെല്ലാം ഇതുണ്ട്. ഇത് തന്നെ വരും. കാരണം ഇത് ആ തുല്യതയാണ് അവിടെ വരുന്നത്. പലപ്പോഴും തുല്യത എങ്ങനെ മാറാം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16(4) അതുപോലെ 15(4) 16(4) ഒക്കെ നോക്കുന്നത്. പുരുഷനായാലും സ്ത്രീ ആയാലും തുല്യ പരിരക്ഷയുള്ളൂ. ഇവിടെ സ്ത്രീക്ക് പരിരക്ഷ കൊടുക്കുന്നതെന്ന് പറയുന്ന ആക്ഷേപം തെറ്റാണ്. കാരണം സ്ത്രീ പലപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നു ഒരുപാട്. അവർ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വർഗം തന്നെയാണ്, വിഭാഗം തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നത് പലപ്പോഴും. അതായത് നീ വെറും പെണ്ണാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എടുക്കുന്നത്. അത് വളരെ വലിയ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. പുരുഷനൊപ്പം എപ്പോഴും അതേ തുല്യത കൊടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ മെയിൽ ഷോവനിസം, അതായത് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളതാണ്. അത് പുതിയ കാര്യമൊന്നുമല്ല. പുരുഷൻ ഏതാണ്ട് വലിയ ആളാണെന്നും സ്ത്രീ വളരെ അബലയാണ്, ചബലയാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ടങ്ങ് പറയത്തില്ലേ, ആ പറഞ്ഞുകൊണ്ട് വന്ന കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ അവർ ബയോളജിക്കലി പലപ്പോഴും ഈ പുരുഷൻ്റെ ശക്തി അവർക്ക് കാണത്തില്ല. എന്നാൽ നേരെ ചുമടെടുക്കുന്നവരെ നോക്കിക്കോണം. ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ടല്ലോ, ചുമടെടുക്കുന്ന പുരുഷനെടുക്കുന്നതിനെ കഴിഞ്ഞ് ചുമട് സ്ത്രീ എടുക്കും. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ ആ രീതിയിലും ബയോളജിക്കലി വീക്കെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ പുരുഷൻ ചെയ്യുന്ന ഒരുപാട് ജോലികൾ അവർ ചെയ്യാറുണ്ട്. രാവിലെ മുതൽ അവർ ജോലി ചെയ്യുന്ന ഇതെന്താന്ന് നമ്മൾ നോക്കണം. അവർ ഈ ഭർത്താവിനെ സംരക്ഷിക്കുന്നു. ഭർത്താവ് എന്ന് വെച്ചാൽ അവർക്ക് അവന് ആഹാരം പാലം ചെയ്ത് കൊടുക്കണം, അവൻ്റെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കണം. ഇതുപോലുള്ള ദാസ്യപ്പണിയാണ് അവർ ചെയ്യേണ്ടത്. അവർ മക്കളെ എല്ലാം നോക്കണം. അവർ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി ആ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. ഈ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും ആഹാരം വെച്ച് കൊടുക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ പണ്ടാണെങ്കിൽ വിറവ് പറക്കാൻ ഇവർ നടക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുക എന്താ ജോലി എന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്ക് ജോലിയില്ല, ഭർത്താവിനെ ഉള്ളു ജോലി. ഇവർക്ക് ജോലി കൊണ്ട് അതാണ് അവർ പറയുന്നത്. ഇവർ രാവിലെ അവർക്കൊരു സ്പീഡോമീറ്റർ ഫിറ്റ് ചെയ്ത് കൊടുത്താലേ അവരെത്ര കിലോമീറ്റർ ഒരു ദിവസം നടക്കുമെന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി. അവരെ ഈ മെയിൽ ഷോവനിസം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ പിള്ളേർ അത് ഒരുപാട് വ്യത്യാസമുണ്ട്. സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം, ആഹാരം ഞാൻ ചായയൊക്കെ ഇടാം കേട്ടോ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് പറയും നീ പാത്രം കൂടെ കഴിയരുതെന്ന് പറയും. ഇന്നത്തെ അത് ആ കാലം അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇതിപ്പോൾ ഏത് പണിയായാലും അടുക്കളപ്പണി എന്ന് പറയുന്നത് ഇവന് തിന്നാനുണ്ടാക്കുന്നതാണല്ലോ. അത് അവന് തിന്നാനറിയാമല്ലോ. എന്നാൽ ഇതുണ്ടാക്കാനും കൂടെ പഠിക്കണം. അത് പെണ്ണിൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് ഒരിക്കലും വിടരുത്. ഇവർ രണ്ടുപേരും കൂടെ ചെയ്യണം. ഒരു കുഴപ്പമില്ല. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഏതിലും വേണം. ഒരു കൊടുക്കൽ വാങ്ങൽ ആ രീതി വേണം. അപ്പോൾ അതില്ലാതെ തന്നെ ഇതേപോലെ ചെയ്തു വരുമ്പോൾ ഇവൻ തന്നെ അങ്ങ് തോന്നുന്നു അവൻ വലുതാണെന്ന്. പിന്നെ അതിൻ്റെ കൂടെ എന്തോ എവിടെ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഈ പെണ്ണൊക്കെ പോയി ജോലി ചെയ്തുകൊണ്ട് വരുന്ന പണം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചുകൊണ്ട് പോയി കള്ളു കുടിക്കുന്നവന്മാരാ കൂടുതലുള്ളത്. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ, അമേരിക്ക മുതലായ വെസ്റ്റേൺ കൺട്രീസിൽ അവിടെയൊക്കെ കുറവാണ്. അവിടെ ആ ഇക്വാളിറ്റി അവർ നോക്കും കേട്ടോ. ഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യും, അതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല. വളരെ പ്രധാനമായ മീഡിയ അറ്റൻഷനും പൊളിറ്റിക്കൽ അറ്റൻഷനും ഒക്കെ ഉള്ളൊരു കേസ് സർ, അതിനൊരു വേർഡിക്റ്റിന് പോകുമ്പോൾ സാറിൻ്റെ ഒരു മെൻ്റൽ പ്രഷർ എന്തായിരിക്കും? അല്ലെങ്കിൽ സാറിൻ്റെ ഇപ്പം പല ഏരിയകളിൽ നിന്നുണ്ടാവുമല്ലോ. കാരണം മീഡിയ ഒരു വേർഡിക്റ്റ് ആദ്യമേ കൊടുക്കുമല്ലോ, അതായത് മീഡിയ വിചാരണ എന്ന് പറഞ്ഞിട്ട് അവർ ഇതിങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പോൾ സാർ ഇതൊക്കെ സാർ എന്തായാലും കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് സാറിനെ എഫക്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ വിധിയെ അത് എങ്ങനെയെങ്കിലും സ്വാധീനിക്കുമോ? അത് എന്താണ് സാർ അതിലൊരു? എന്നെ അത് ഒരു വിധത്തിലും എഫക്റ്റ് ചെയ്യത്തില്ല, ചെയ്തിട്ടുമില്ല. അതുപോലെ മീഡിയ അറ്റൻഷനുള്ള മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ അത് ഞാൻ കാണും. അത് അവരുടെ വെർഷൻ. എനിക്ക് എൻ്റെ വെർഷൻ എനിക്കുണ്ടല്ലോ. ഞാനതുകൊണ്ട് എൻ്റെ മനസ്സിനെയൊന്നും അത് ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ബാധിച്ച ജഡ്ജിയല്ല എന്ന് വേണം പറയാൻ. സർ, ഇപ്പം നമ്മളുടെ ഒരു വിധി ഇപ്പം 100 പേര്, ഇപ്പം നമ്മളൊരു ഇമോഷണൽ സൈഡും പിന്നെ ഒരു ജുഡീഷ്യൽ സൈഡും ഉണ്ടല്ലോ സർ. അപ്പോൾ സാറിന് ഇമോഷണലി നമ്മളൊരു വ്യക്തിയായിട്ട് ചിന്തിക്കുമ്പോൾ അതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ സ്വന്തം കാര്യമല്ല തീരുമാനിക്കുന്നത്, വേറൊരാളുടെ കാര്യമാണ്. അതെ അതെ. അതിനകത്ത് നമ്മുടെ ഇമോഷൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രസക്തിയില്ല. വേറൊരാളുടെ കാര്യം, ഒരാളുടെ കാര്യം തീരുമാനിക്കുന്നതാണ്. അതൊരു ദൈവീയമായ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടേതായ ഇമോഷൻസിനൊന്നും യാതൊരു പ്രസക്തിയില്ല. പിന്നെ അവിടെ നീതി കൊടുക്കണം. പിന്നെ മനുഷ്യനായിപ്പോയതുകൊണ്ട്
എവിടെയെങ്കിലും ഒരു ശകലം വീഴ്ചയുള്ള ഒരു ഭാഗം, അതായത് ഒരു കഷ്ടപ്പെടുന്ന ഒരു ഭാഗത്തോടു കൂടി നമുക്കൊരു ചെറിയ ഒരു അടുപ്പം തോന്നും. വളരെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ടാണല്ലോ മനുഷ്യർ ജഡ്ജിമാരായിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഈ പ്രോബിലിറ്റീസ് അങ്ങോട്ട് കൊടുത്താൽ പോരെ. കമ്പ്യൂട്ടർ നന്നായിട്ട് ഡിസൈഡ് ചെയ്യത്തില്ലേ ഹൂ ഈസ് റോങ് ഹൂ ഈസ് റൈറ്റ് എന്ന് ഡിസൈഡ് ചെയ്യും. പക്ഷെ അതല്ലല്ലോ വേണ്ടേ. മാനുഷിക സ്പർശം ഇതിനകത്ത് വേണം. ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലായിരിക്കണം ഈ വിധി. അത് നമ്മുടെ ഇമോഷൻസ് ഒന്നും അല്ലത്, അത് മാനുഷികതയാണ് അവിടെ വരുന്നത്, അല്ലാതെ വേറൊന്നും വരുന്നില്ല. മാനസിക പരിഗണനകൾ വേണമല്ലോ, അത് വേണം. സർ, ഇതൊരു മീൻസ് ദ എമൗണ്ട് ഓഫ് പ്രഷർ സാറിന് മുന്നിൽ, അതുകൊണ്ട് കുടുംബത്തിൽ ഒന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് സർ? ബിക്കോസ് സാറിന്റെ അവൈലബിലിറ്റി ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അത് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫും മക്കളും സാധാരണ ഒരു വീട്ടിലെ കുട്ടികൾക്ക് കിട്ടുന്ന പരിഗണന പല കാര്യങ്ങളിലുള്ളത് എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല, എനിക്ക് അന്ന് ഒരുപാട് ഭീഷണിയുള്ള ഒരുപാട് കേസുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് കാരണം എൻ്റെ മക്കൾ പോലീസുകാർ ആണ് എൻ്റെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പലപ്പോഴും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കതുപോലെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ് പോലീസിൻ്റെ. ട്രിവാൻഡ്രം ജില്ലാ ജഡ്ജിയായിട്ടൊക്കെ ഇരുന്നപ്പോൾ അത് അത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താ, സാധാരണ പിള്ളേർ സിനിമ കാണാൻ പോകും. എൻ്റെ മക്കളുടെ സിനിമയൊന്നും കാണാൻ ഒക്കത്തില്ല. കാരണം ആകെ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ട ഒരു സിനിമയാണ് കേട്ടോ. സർവീസിൽ ജില്ലാ ജഡ്ജിയായിട്ട് ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട് പലപ്പോഴും. അതിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സംവിധായകനുണ്ട്. അയാളുടെ സിനിമ ഒന്ന് കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോയി കണ്ടതാണ്. അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും ഞാൻ പറയാൻ ഒക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ എൻ്റെ മക്കൾക്ക് എൻ്റെ കൂടെ അല്ലാതെ വരാനും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ഇതുപോലെ വല്ല പൊതുസ്ഥലത്തോ അങ്ങനെയുള്ളതൊന്നും പോകാനുള്ള ഒരു മാർഗം ഉണ്ടായിട്ടില്ല. അതൊരു ബുദ്ധിമുട്ട്. അവരിലെ കൂട്ടിലടച്ചവരെ അവർ വീട്ടിൽ കഴിയേണ്ട ഗതികേട് വന്നിട്ടുണ്ട് അവർക്ക്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ നഷ്ടബോധം അവർക്ക് പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഒരു ബുദ്ധിമുട്ട്. പിന്നെ എന്നെ ഒരു കാര്യത്തിലും ശല്യപ്പെടുത്തൊന്നുമില്ല. കാരണം ഞാൻ വീട്ടുകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ അത് ഈ കൊലക്കേസിലൊക്കെ വിധി പറയുന്ന സമയമൊക്കെ ആകുമ്പോൾ എൻ്റെ വൈഫിനാണെങ്കിൽ കസ്തൂരിക്ക് അറിയാം എനിക്കത് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. ഒരു കാര്യവും എന്നെ ചോദിക്കത്തില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഈ വലിയ കേസ് നടക്കുന്നതെന്ന് അറിയാം. അതിൻ്റെ വിധി നാട്ടുകാരറിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയും മക്കളും അറിഞ്ഞിട്ടുള്ളൂ. അത് ശരി. ഒരു ഡിസ്കഷനും ഇല്ല, നത്തിങ്. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്തിട്ടുമില്ല. അല്ല സാർ, പക്ഷേ ഇമ്മൻസ് പ്രഷറിലാണെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് അറിയാം. അങ്ങനെ ഉള്ളപ്പോൾ അറിയാം. കാരണം അത് അത്രത്തോളം ബുദ്ധിമുട്ട്, ഭയങ്കര ജോലിയല്ലേ. ഇപ്പോൾ ഈ ഡെത്ത് പെനാൽറ്റി ആയി കൊടുക്കുന്ന കേസുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ജോലിയാണ്. അത്രയും ജോലിയാണ്. അങ്ങനെ ഉറക്കമൊക്കെ ഇളച്ചിരുന്ന് നമ്മളിങ്ങനെ ചെയ്യും, അറിയാം. അപ്പോൾ അന്നേരം നമ്മുടെ പരിസരത്ത് വരത്തില്ല ഇവരൊന്നും ശല്യപ്പെടുത്താൻ ഒരു കാര്യത്തിലും. അപ്പോൾ അതുപോലെ ഞാൻ സാറിൻ്റെ ഒരു വേർഡിക്റ്റ് വന്ന ഒരു കേസ് 2013 സൗമ്യ കൊല്ലപ്പെട്ട കേസ്, ഗോവിന്ദസ്വാമി കേസ്. അപ്പോൾ സാർ, അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള മീഡിയ അറ്റൻഷനും പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒന്നും അല്ല, മീഡിയ അറ്റൻഷൻ ഉണ്ടായിരുന്ന ഒരു കേസ്. അതുണ്ടോ? ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീൽ വാദം കേട്ടത് ഞാനും ജസ്റ്റിസ് TR രാമേന്ദ്രൻ നായരോടാണ്. ഞങ്ങളുടെ ബെഞ്ചാണ്. അപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റ് എഴുതിയ ഞാനാണ്. ജഡ്ജ്മെൻറ്റ് അദ്ദേഹം അപ്രൂവ് ചെയ്തെന്നുള്ളേ ഉള്ളൂ. ഞാൻ ജഡ്ജ്മെൻറ്റ് എഴുതിയാനാണ്. ഒരു നല്ല ജഡ്ജ്മെൻറ്റാണ്. അതിനകത്ത് ഒരു മീഡിയ അറ്റൻഷനൊക്കെ ഉണ്ട്. അതിനൊന്നും സമ്മർദ്ദം അതൊന്നുമില്ല. അപ്പോൾ സർ, ഇത്രയും നേരം ഞങ്ങളുടെ സംശയങ്ങൾ, അതെനിക്ക് ചിലപ്പോൾ സാറിന് വളരെ ചൈൽഡിഷ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഒരു സിവിലിയൻ്റെ സംശയങ്ങളാണ്. അപ്പോൾ അതിന് വളരെ മനോഹരമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ തരികയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. സർ. താങ്ക് യു.